സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പ്രതിപാദിക്കുന്ന വിഷയം കക്കടാംപൊയിൽ എന്ന സ്ഥലവും അവിടെ ഞങ്ങൾ ഫാമിലിയായി താമസിച്ച റിസോർട്ടും, ആ റിസോർട്ടിൽ ഉള്ള സൗകര്യങ്ങളും, അവിടെ ഞങ്ങൾ ആസ്വദിച്ചിട്ടുള്ള കാഴ്ചകളും സൗകര്യങ്ങളും മറ്റു പ്രധാന വിവരങ്ങളുമാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. കക്കടാംപൊയിലെ ക്ലൗഡ്സ് ആൻഡ് റിസോർട്ടാണിത്. കക്കടാംപൊയിലെ ഒരു പ്രധാന റിസോർട്ടാണത്. കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്നതും ഫാമിലിയായി താമസിക്കുന്നതും അതിനനുയോജ്യവുമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. തീർച്ചയായിട്ടും ഇത് ഏതൊരാൾക്കും ആസ്വദിച്ച് കാണാവുന്ന ഒരു സ്ഥലവും ഭംഗിയും പ്രകൃതി രമണീയതയും എല്ലാം ഒത്തുകൂടിയ ഒരു റിസോർട്ട് കൂടിയാണ്. കക്കടാംപൊയിൽ എന്നത് പശ്ചിമഘട്ട മലനിരകളിൽ നിലകൊള്ളുന്ന ഒരു സ്ഥലമാണ്. കോഴിക്കോട് ജില്ലയിലാണെങ്കിലും മലപ്പുറം ജില്ലയുടെ ബോർഡർ പങ്കിടുന്ന ഒരു സ്ഥലമാണ്. കോഴിക്കോട് ജില്ലയിൽ നിന്നും ഏകദേശം 52 കിലോമീറ്റർ ദൂരവും മലപ്പുറം ജില്ലയായ നിലമ്പൂരിൽ നിന്ന് 24 കിലോമീറ്റർ ദൂരവുമാണ് ഇങ്ങോട്ടുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്ന സ്ഥലമായതുകൊണ്ട് തന്നെ തികച്ചും തണുപ്പ് അനുഭവപ്പെടുന്ന ഒരു മേഖലയാണ്. വൈകുന്നേരങ്ങളിൽ കോടയും തണുപ്പും കാഴ്ചകളും എല്ലാം നല്ല ഭംഗി നൽകുന്ന ആസ്വാദനങ്ങളാണ് സമ്മാനിക്കുന്നത്. ആയതിനാൽ തന്നെ മലബാറിന്റെ ഗവി എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. കോഴിക്കോട് ജില്ലയുടെ കൂടരഞ്ഞി പഞ്ചായത്തും മലപ്പുറം ജില്ലയുടെ ഊറിങ്ങാട്ടിരി, ചാലിയാർ പഞ്ചായത്തുകളിലായി വിസ്തരിച്ച് കിടക്കുന്ന ഈ സ്ഥലം മഴക്കാലത്ത് പ്രത്യേക ഭംഗി തന്നെയാണ് കാണാനും ആസ്വദിക്കാനും. ഞങ്ങളിവിടെ സന്ദർശിച്ചിട്ടുള്ളത് ജൂലൈ മാസം 29-നാണ്. അന്ന് നല്ല മഴയും നല്ല തണുത്ത കാലാവസ്ഥയുമായിരുന്നു. ആയതിനാൽ തന്നെ ഈ റിസോർട്ടും പരിസരവും അതിൻ്റെ പശ്ചിമഘട്ട മലനിരകളുമെല്ലാം അതിൻ്റെ ഭംഗിയുമെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പ്രത്യേകത. പശ്ചിമഘട്ട മലനിരകളിൽ നിർമ്മാണങ്ങൾക്കും ഖനനങ്ങൾക്കും നിയന്ത്രണമുള്ള ഒരു മേഖലയാണ്. ആയതിനാൽ തന്നെ ഈ റിസോർട്ട് വളരെ പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ, പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിൽ, പ്രകൃതിക്ക് ഒരു ഹാനികരവും വരുത്താത്ത രീതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇരുമ്പിൻ്റെ ടെറസ് വർക്കുകളും അതുപോലെ തന്നെ ഇരുമ്പ് കൊണ്ടുള്ള കാലുകളും ഭിത്തികളും എല്ലാം വെച്ചിട്ടാണ് ഈ ഓരോ റൂമുകളും റിസോർട്ടുകളും ഹട്ടുകളും എല്ലാം അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. റൂമുകളും ഹട്ടുകളും നിർമ്മിക്കുന്നതിനായി ഇരുമ്പുകൾ കൊണ്ട് സ്ട്രക്ചറുകൾ പണിയുകയും റൂമുകളാക്കി തിരിക്കാൻ ഇഷ്ടികകൾ ചേർത്ത് വെക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ തന്നെ ഓരോ കെട്ടിടങ്ങളും നിലകൊള്ളുന്നു. ഈ കാണുന്നതാണ് ഇതിൻ്റെ റിസപ്ഷനും അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയും. ഈ ഡൈനിങ് ഏരിയയോട് ചേർന്നിട്ട് കയറുന്ന ഭാഗമാണ് റിസപ്ഷൻ. ചെക്ക് ഇൻ ടൈം 3 മണിയാണ്, വൈകിട്ട് 3 മണി. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 12 മണിയാണ് ചെക്ക് ഔട്ട് ടൈം. ഈ റിസോർട്ടിൽ സിംഗിൾ കോട്ടേജുകളും ഫാമിലി കോട്ടേജുകളും ഹോളും അതുപോലെ തന്നെ എ ടൈപ്പ് വില്ലകളും ട്രീ ഹട്ടുകളും എല്ലാം ലഭ്യമാണ്. ഓരോന്നിനും ഓരോ തരം പാക്കേജുകളാണ്. ഓരോ തരം റൂമുകൾക്കും ഓരോ ടൈപ്പ് വില്ലകൾക്കും പല രീതിയിലുള്ള റേറ്റുകളാണ്. അത് അവനവൻ്റെ സൗകര്യങ്ങൾക്കും ആളുകളുടെ എണ്ണം അനുസരിച്ചുമാണ് പാക്കേജുകൾ നമുക്ക് എടുക്കാവുന്നതാണ്. ഞങ്ങൾ എടുത്തിരുന്നത് ഫാമിലി കോട്ടേജാണ്. അതിന് 8700 രൂപയാണ് അന്ന് ഈടാക്കിയിട്ടുള്ളത്. ഈ റേറ്റുകളെ കുറിച്ച് പറയുമ്പോൾ ഓരോ സമയത്തും ഓരോ റേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോയിൽ കാണുന്ന റേറ്റ് ആവില്ല ചിലപ്പം കുറച്ച് കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ അവിടെ ഈടാക്കുന്നത്. അപ്പോൾ അതുമായി നമുക്ക് കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഏതായാലും ഞങ്ങൾ പോയ സമയത്ത് 6 രൂപ മുതൽ 18,000 രൂപ വരെ വരുന്ന രീതിയിലുള്ള പാക്കേജുകളും ഫെസിലിറ്റികളും അവിടെ ലഭ്യമാണ്. ഏതു തരം പാക്കേജുകളായാലും ആ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുള്ളത് റൂം റെൻറ്റും ബ്രേക്ക്ഫാസ്റ്റും മാത്രമാണ്. അതിനു പുറമെ ഈ ഒരു റിസോർട്ടിലെ സൗകര്യങ്ങളായിട്ടുള്ള സ്വിമ്മിംഗ് പൂള്, ചിൽഡ്രൻസ് പാർക്ക്, ക്യാരംസ്, ക്യാമ്പ് ഫയർ, ചുറ്റും നടന്ന് കാണാനുള്ള സൗകര്യങ്ങൾ, വ്യൂ പോയിൻ്റ് എന്നിവിടങ്ങളിലേക്കെല്ലാം നമ്മൾക്ക് ഫ്രീ ആക്സസിബിലിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. പോവാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് പോവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വീക്കെൻഡുകളിലെല്ലാം അവധി ദിവസങ്ങളിലും റൂമുകൾ ലഭിക്കാൻ വളരെ പ്രയാസമാണ്. ആയതിനാൽ തന്നെ വളരെ നേരത്തെ തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടുത്തെ കോൺടാക്ട് നമ്പറും ലൊക്കേഷനും ഡിസ്ക്രിപ്ഷനിൽ നൽകാം. ഈ റിസോർട്ടിൻ്റെ റിസപ്ഷൻ ഏരിയയും അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയും ചേർന്നിട്ടുള്ള ഒരു ഭാഗമാണിത്. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഞങ്ങൾ പോയ സമയത്ത് നല്ല മഴയുള്ള ഒരു സമയമായിരുന്നു. ആയതിനാൽ തന്നെ ഇതിൻ്റെ ഒരു കാഴ്ച അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആസ്വാദനം വളരെ രസകരമായിരുന്നു കാണാനും ഫീൽ ചെയ്യാനും. ഈ വീഡിയോയിൽ തന്നെ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അങ്ങനത്തെ ഒരു ഏരിയയാണിത്. ഈ ഒരു സമയത്ത് മഴ പെയ്യുന്ന അല്ലെങ്കിൽ മഴക്കാലത്ത് പോകുമ്പോൾ അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയാണ്. ഓരോ ആളുകൾക്കും ഓരോ ചിന്താരീതികളാവാം. മഴക്കാലത്ത് പോകുന്ന ആളുകളുണ്ടാവും, വേനൽക്കാലത്ത് കൂടുതൽ തണുപ്പ് ആസ്വദിക്കാൻ പോകുന്ന ആളുകളുണ്ടാവും, ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. അങ്ങനെയും പോകാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് ഇത്. മഴക്കാലം എന്ന് ഞാൻ പറയാൻ കാരണം പൊതുവെ റിസോർട്ടുകളിലെല്ലാം നമ്മൾ റൂമെടുത്ത് അവിടുത്തെ കാഴ്ചകളും ഭംഗികളും ആസ്വദിക്കുമ്പോൾ
പൊതുവെ റൂമുകളിലും ഹാളുകളിലുമായിരിക്കും നമ്മൾ സമയം കൂടുതൽ ചെലവഴിക്കുന്നത്. ആയതിനാൽ തന്നെ പുറം കാഴ്ചകളും അല്ലെങ്കിൽ പുറത്ത് പ്രത്യേകിച്ച് ആക്ടിവിറ്റീസോ കാര്യങ്ങളോ നമ്മൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ മഴയാണോ അല്ലെങ്കിൽ വെയിലാണോ എന്നുള്ളതൊരു വിഷയമുള്ള കാര്യമല്ല. പിന്നെ ഇതിൻ്റെ റൂമുകളെല്ലാം തന്നെ നമുക്ക് ഇരിക്കാനും സമയം ചെലവഴിക്കാനും ചായ ഉണ്ടാക്കി കഴിക്കാനും എല്ലാമുള്ള ഒരു സൗകര്യവും ഫെസിലിറ്റീസും ഉള്ളത് കൊണ്ട് തന്നെ പുറത്തു പോയി അധികം കാര്യങ്ങൾ ചെയ്യാനില്ല. ഒഴിവ് ഈ മഴകൾക്ക് ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് നമുക്ക് എല്ലാം ഒന്ന് ചുറ്റി കാണാനും പിന്നെ ആസ്വദിക്കാനുമുള്ള ഒരവസരം എന്തായാലും അതും ലഭിക്കും. ആയതിനാൽ തന്നെ മഴക്കാലത്ത് കൂടുതൽ ആസ്വദിക്കാം എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. റിസപ്ഷൻ ഏരിയയിൽ നിന്നും ഇറങ്ങി ഞങ്ങൾ എടുത്തിട്ടുള്ള റൂമായ ഫാമിലി കോട്ടേജിലേക്ക് പോകുന്ന വഴിയാണിത്. എല്ലാ റൂമിലേക്കും തുടക്കത്തിൽ ഈ വഴി തന്നെയാണ് പോകുന്നത്, പിന്നെ പല വഴികളായി തിരിയുന്നു എന്ന് മാത്രം. ഞങ്ങളെടുത്തിട്ടുള്ള ഫാമിലി വില്ല 01 ഒന്നാം നമ്പർ വില്ലയാണ്, അതിലേക്കുള്ള വഴിയാണത്. ആ വില്ലയാണ് ഇതിൻ്റെ മുൻഭാഗമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ നമ്പർ 1 ഇങ്ങനെ കാണാം. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് സ്വിമ്മിംഗ് പൂളും ഉള്ളത്. കോമൺ സ്വിമ്മിംഗ് പൂള് ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ കയറി ഇത് കണ്ടാൽ മനസ്സിലാവും, ഇതെല്ലാം ഇരുമ്പ് സ്ട്രക്ചറിലാണ് ഇത് ഉയർത്തിയിട്ടുള്ളത്. റൂമുകളാക്കി തിരിക്കാൻ വേണ്ടി ചുമരുകൾ ഇഷ്ടികകളിൽ പണിതിരിക്കുന്നു. ഇതിന് മുന്നിൽ ഇങ്ങനെ ഒരു വരാന്തയുണ്ട്. ഇതിലൂടെ നമ്മൾക്ക് ഇങ്ങനെ പോയിട്ട് അതിൻ്റെ ബാക്ക് ഭാഗമെല്ലാം ഇവിടുന്ന് വീക്ഷിക്കാവുന്നതാണ്. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കിയാൽ ഇവിടുന്ന് ഈ പശ്ചിമഘട്ട മലനിരകളുടെ ഒരു ഭാഗം നമുക്കിങ്ങനെ നല്ല വ്യൂ ആയിട്ട് തന്നെ കാണാൻ സാധിക്കും. ഒരു നല്ല രസകരമായ വ്യൂ ആണ് ഇവിടുന്നെല്ലാം നമുക്ക് കിട്ടുന്നത്. പിന്നീട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ വരാന്തയിലൂടെ നടന്ന് നമുക്ക് റൂമിൻ്റെ ഭാഗം കാണാം. ഈ നേരെ കാണുന്നതാണ് സ്വിമ്മിംഗ് പൂള്. ഈ റൂമിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ ആദ്യത്തെ സ്വിമ്മിംഗ് പൂൾ നിൽക്കുന്നത്. 01 അതാണ് ഇതിൻ്റെ നമ്പർ. ഡോറ് തുറന്നു കഴിഞ്ഞാൽ നേരെ കാണുന്നത് ഇതിൻ്റെ ഒരു ലിവിങ് റൂം പോലെ ഒരു ഏരിയയാണ്, ഇരിക്കാനുള്ള ഒരു ഏരിയ. നല്ല ഗ്ലാസ്സൊക്കെ ഇട്ട് കർട്ടനൊക്കെ ഇട്ടുള്ള ഒരു ഏരിയയാണ്. 4 ചെയറും ഒരു ടീപ്പോയും ഇവിടെയുണ്ട്. പിന്നീട് കാണുന്നതാണ് ഒരു ഏരിയ. ഇവിടെ ഒരു ചെറിയൊരു കിച്ചൺ പോലെ നമുക്ക് സൗകര്യങ്ങളുണ്ട്. ഇവിടെ ഇലക്ട്രിക്കിൻ്റെ സ്റ്റൗവ്, അതുപോലെ പാത്രങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ നമുക്ക് കോഫി, ചായ ഇതൊക്കെ ഉണ്ടാക്കാനും വെള്ളം ചൂടാക്കാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട്. പിന്നെ ഒരു ബെഡ്റൂമാണ്. ഇവിടെ വലിയൊരു 3 പേർക്കൊക്കെ കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബെഡാണ്. TV സൗകര്യങ്ങളുണ്ട്, സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഉണ്ട്, അതുപോലെ നല്ലൊരു ബാത്റൂം ഉണ്ട്. പിന്നെ ഇവിടുന്ന് നേരെ പുറമേക്ക് ഒരു ബാൽക്കണി ഉണ്ട്. ഇവിടെ ഈ ബാൽക്കണിയിൽ 2 ചെയറും അതുപോലെ തന്നെ ഒരു ടീപ്പോയും ഇട്ടിരിപ്പുണ്ട്. ഈ ബാൽക്കണിയിൽ നിന്നും പുറമേക്കുള്ള കാഴ്ച നല്ലൊരു കാഴ്ചയാണ്. ഇതാണ് ഇതിൻ്റെ പ്രധാന ഹൈലൈറ്റും. ഈ റൂമിൽ 3 പേർക്ക് കിടക്കാനുള്ള ബെഡാണെങ്കിലും ആവശ്യാനുസരണം നമ്മൾ അംഗങ്ങൾ 2 3 അധികം ആളുകളോ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള എക്സ്ട്രാ ബെഡുകൾ അവർ നൽകുന്നതാണ്. ഈ ബാൽക്കണിയിൽ നിന്നും നമുക്കിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഈ പശ്ചിമഘട്ട മലനിരകളുടെ കാഴ്ചകൾ കാണാവുന്നതാണ്. മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ഇവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. ചില നേരത്ത് കോട കൊണ്ട് നിറഞ്ഞ ഒരു കാഴ്ചയായിരിക്കും, മലകളൊന്നും കാണാൻ സാധിക്കില്ല. അപ്പോൾ തന്നെ ആ കോടകളെല്ലാം മാഞ്ഞ് നല്ല വെയിലിങ്ങനെ ഉദിച്ചു നിൽക്കുന്ന മലകളുടെ കാഴ്ചകൾ കാണാൻ സാധിക്കും. അപ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്തിട്ട് അതിൻ്റെ കാഴ്ചകൾ കാണാൻ സാധിക്കും. വളരെ പെട്ടെന്നാണ് ഇവിടുത്തെ കാഴ്ചകളെല്ലാം ഇങ്ങനെ മാറി കൊണ്ടിരിക്കുന്നത്. അത് വളരെ രസകരമാണ് ആ കാഴ്ചകൾ കാണാൻ. അത് അനുഭവിച്ചാൽ തന്നെ നമുക്കതിൻ്റെ ഒരു ഫീല് കിട്ടുകയുള്ളൂ. ഇതിനോട് ചേർന്ന് ഇടത്തെ ഭാഗത്ത് നിൽക്കുന്നത് ഒരു ട്രീ ഹട്ടാണ്. ഇരുമ്പ് സ്ട്രക്ചറിൽ ഉയർത്തിപ്പൊക്കിയ ഒരു സ്ട്രക്ചറിൻ്റെ ചുമരുകളെല്ലാം മര പീസുകൾ കൊണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ഹട്ടാണിത്. ഇത് കപ്പിൾസിനാണ് പ്രധാനമായിട്ടും അവർ പ്ലാൻ ചെയ്യുന്നത്. ദൂരെ ഈ മല മുകളിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. വളരെ ദൂരെയായി ഒഴുകിച്ചാടുന്ന വെള്ളച്ചാട്ടവും കാഴ്ചകളും മലൻ്റെ മുകളിൽ പൊങ്ങി വരുന്ന കോടകളും എല്ലാം വളരെ ഭംഗിയാണ്. ഇത് സൂം ചെയ്ത് ഇങ്ങനെ കാണുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഫീല് കിട്ടും. ഇത് നേത്രങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബാൽക്കണിയിലിരുന്ന് കണ്ട് ആസ്വദിക്കാവുന്ന രീതിയിലാണ് ഈ ഒരു ബാൽക്കണിയും ഈ ഒരു റിസോർട്ടിൻ്റെ ഒരു പൊസിഷനും എല്ലാം ഉള്ളത്. ആ ഒരു രീതിയിലാണെന്ന് മാത്രം. അതാണ് ഇതിൻ്റെ ഒരു രസകരമായ കാഴ്ച.
നമ്മളിവിടെ താമസിക്കുമ്പോൾ ഒരു കാടിൻ്റെ നടുക്ക് നിൽക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രകൃതിക്ക് ഒരു ഹാനികരം വരുത്താത്ത രീതിയിലാണ് ഇതിൻ്റെ എല്ലാം നിർമ്മാണം. അതുകൊണ്ട് തന്നെ മരങ്ങൾക്കോ ചെടികൾക്കോ കാര്യമായ കേടുപാടുകളോ നാശങ്ങളോ സംഭവിക്കാത്തത് കൊണ്ട് തന്നെ കാടിൻ്റെ നടുക്ക് നിൽക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുക. അതുപോലെ പല സമയത്ത് രാത്രി പ്രത്യേകിച്ച് ഇവിടെ നല്ല കാറ്റാണ്. ആ കാറ്റിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് ചില നേരത്ത് പേടിയാകും. പക്ഷേ വലിയ തിരമാലകളുടെ സൗണ്ട് പോലെ തോന്നും. ആ രീതിയിലുള്ള കാറ്റാണ്. രണ്ട് മലകൾക്കിടയിലുള്ള സ്ഥലമായതുകൊണ്ട് കാറ്റ് വന്ന് ഇങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് പൊളിഞ്ഞ് വീഴുമോ എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള കാറ്റിൻ്റെ ശബ്ദവും നമ്മൾക്ക് കേൾക്കാവുന്നതാണ്. തുടക്കത്തിൽ അങ്ങനെ തോന്നുമെങ്കിലും പിന്നീട് അത് നമുക്ക് അഡ്ജസ്റ്റായി നമുക്ക് നല്ലൊരു ആസ്വാദനമായി മാറുകയും ചെയ്യും. ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഈ ഒരു റിസോർട്ടിൻ്റെ ഏരിയയിലുള്ള മറ്റ് ചില റൂമുകളും ഹട്ടുകളും ട്രീ ഹട്ടുകളൊക്കെ നമുക്ക് ഇവിടുന്ന് നോക്കി കാണാവുന്നതാണ്. പല ഭാഗത്തായി അതിങ്ങനെ പരന്നു കിടക്കുകയാണ്. ഏകദേശം 10-20 ഫെസിലിറ്റീസ് ഇതുപോലെ ഈ ഒരു റിസോർട്ടിൻ്റെ ഏരിയയിൽ ഉണ്ട്. നമ്മളുടെ റൂമിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് ഇത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വിമ്മിംഗ് പൂൾ നിലകൊള്ളുന്നത്. സ്വിമ്മിംഗ് പൂളിലേക്ക് ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും ആക്സസിബിലിറ്റി ഉണ്ട്. ഞങ്ങളിവിടെ പോയിട്ടുണ്ടായിരുന്നത് വർക്കിംഗ് ഡേയിലായിരുന്നു. അതിനാൽ തന്നെ അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ സ്വിമ്മിംഗ് പൂള് യഥേഷ്ടം പല ടൈമുകളിലായി ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിച്ചു. കൂടുതൽ ആളുകളുള്ള സമയമാണെങ്കിൽ ഓരോ ഫാമിലിക്ക് ഓരോ സമയം അവരെ അലോട്ട് ചെയ്യുകയാണ് പതിവ്. ആളുകളാരും ഇല്ലാത്ത സമയമായതുകൊണ്ട് തന്നെ ഇത് യഥേഷ്ടം രാത്രികളിലും പകലുകളിലും രാവിലെയും എല്ലാം കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇത് ഉപയോഗിക്കാൻ സാധിച്ചു എന്നത് വലിയൊരു ഗുണകമായി തോന്നുന്നു. ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെ ഒരു വ്യൂ നമുക്ക് കാണാം. വളരെ നല്ല ഒരു വ്യൂ ആണിത്. അത്യാവശ്യം ആഴമുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണിത്. ഇതിനു പുറമെ വേറെയും 2 സ്വിമ്മിംഗ് പൂൾ ഇവിടെ ഉണ്ട്. അത് പിന്നീട് വീഡിയോയിൽ കാണിക്കാം. നല്ലൊരു വൃത്തിയുള്ള നല്ലൊരു ആംബിയൻസ് ഉള്ള സ്വിമ്മിംഗ് പൂളാണിത്. ഇതിൻ്റെ സൈഡും ചുറ്റുപാടുകളും എല്ലാം ടൈലിട്ട് അതുപോലെ തന്നെ ബാംഗ്ലൂർ സ്റ്റോൺ എല്ലാം ഇട്ട് വളരെ സ്റ്റെപ്പുകൾ പണിത് നല്ല രീതിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് നല്ല ഗാർഡനിങ്ങുകളും ചെയ്തിട്ടുണ്ട്. ലോണിങ്, ഗാർഡനിങ്, മരങ്ങൾ, ടെർമിനാലിയ പോലുള്ള ചെടികളെല്ലാം വെച്ചിട്ടുണ്ട്. ഇതിൽ കുളിക്കുന്ന ആളുകൾക്ക് അവിടെ തന്നെ ഫ്രഷ് ആവാനുള്ള സൗകര്യം ടോയ്ലറ്റ് ഒരുക്കിയിട്ടുണ്ട്. നല്ല സൗകര്യമുള്ള ടോയ്ലറ്റ് തന്നെയാണ്. അത് ഉപയോഗപ്പെടുത്തി ഇവിടുത്തെ കുളി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടുന്ന് കുളിച്ച് വൃത്തിയാകാവുന്നതാണ്. പിന്നീട് റൂമിൽ പോയി വീണ്ടും കുളിക്കാവുന്നവർക്ക് വീണ്ടും കുളിക്കാവുന്നതാണ്. ഇവിടുന്ന് തന്നെ നന്നായി കുളിച്ച് ഡ്രസ്സെല്ലാം മാറ്റി അങ്ങനെയും പോകാവുന്നതാണ്. വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അത്തരം രീതിയിലുള്ള സൗകര്യങ്ങളുണ്ട്. ചെറിയ കുട്ടികളാണെങ്കിൽ കുട്ടികൾക്ക് ഇരിക്കാനുള്ള ഒരു ചെയർ, കുട്ടികളെ ഇരുത്താനുള്ള ബെൽറ്റോട് കൂടിയ ഒരു ചെയറും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് സ്വിമ്മിംഗ് പൂളിനോട് ചേർന്നുള്ള അതിൻ്റെ ഒരു പിൻഭാഗമാണത്. ഇങ്ങനെ ഒരു ഒഴിഞ്ഞൊരു സ്ഥലം ഇവിടെ ഉണ്ട്. ചെറിയ പാർട്ടികളും രാത്രികളിലൊക്കെ ലൈറ്റിട്ടൊക്കെ ചെയ്യാവുന്ന ഒരു ഏരിയയാണ്. ഇതിലൂടെ ഇങ്ങനെ ഇതിനോട് ചേർന്നുള്ള വഴികളാണ്. ഇതിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് രണ്ടാമത്തെ ഒരു സ്വിമ്മിംഗ് പൂള് കാണാൻ സാധിക്കും. ഇത് നേരത്തെ കണ്ട ആ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ ആഴവും അത്ര തന്നെ സൗകര്യവും ഇല്ല. എന്നാൽ പ്രായം കുറഞ്ഞ അല്ലെങ്കിൽ ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക്, ഒരു 12 വയസ്സ് 15 വയസ്സിനൊക്കെ താഴെയുള്ള കുട്ടികൾക്ക് യഥേഷ്ടം, അതുപോലെ നീന്തം അറിയാത്ത ആളുകളാണെങ്കിൽ അവർക്കും യഥേഷ്ടം കുളിക്കാവുന്ന തരത്തിലാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ മുങ്ങിപ്പോകും അല്ലെങ്കിൽ നിലകിട്ടില്ല എന്നുള്ളൊരു വിഷയം ഇതിലില്ല. ഏകദേശം ഒരാളുടെ അരയോളം ആഴമാണ് ഇതിന് ഉള്ളത്. ഇവിടെയും ആളുകൾക്ക് കുളിക്കാവുന്നതാണ്. നല്ലൊരു സ്വിമ്മിംഗ് പൂൾ തന്നെയാണ് ഇതിലും അറ്റാച്ച്ഡ് ആയിട്ട് ടോയ്ലറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാത്റൂമുകളുണ്ട്. നമുക്കറിയാവുന്നതാണ് ഈ സ്വിമ്മിംഗ് പൂളുകളിലെല്ലാം ക്ലോറിനേറ്റഡ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം വെള്ളങ്ങൾ നമ്മുടെ ശരീരത്തിലായാലും മുടിയിലായാലും കൂടുതൽ നേരം ആയി കിടക്കുന്നത് അത്ര നന്നല്ല. അതുകൊണ്ടാണ് നമുക്കത് പെട്ടെന്ന് ശരീരം ക്ലീൻ ചെയ്യുന്നതിനും കുളിച്ച് ഒഴിവാക്കുന്നതിനുമൊക്കെയാണ് ഈ ഒരു ടോയ്ലറ്റ് സംവിധാനം ഒരുക്കിയിട്ടുള്ളതും. അതുപോലെ തന്നെ ബാത്റൂം ഉപയോഗിക്കാൻ ഈ സ്വിമ്മിംഗ് പൂളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലർക്ക് ബാത്റൂം ഉപയോഗിക്കേണ്ട ആവശ്യം വരും. ആ സമയത്ത് റൂമിൽ പോകാതെ തന്നെ കാര്യങ്ങൾ സാധിക്കാനും കൂടിയാണ് ഇതിനടുത്ത് തന്നെ ടോയ്ലറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഇപ്പോൾ കണ്ട ഈ 2 പൂളുകൾക്ക് പുറമെ ഒരു പൂള് കൂടിയുണ്ട്. അത് പ്രൈവറ്റ് പൂളാണ്. അതൊരു ബിൽഡിങ്ങിൻ്റെ ഹോളിന് ഉള്ളിലായിട്ടാണുള്ളത്. അതിന് ചുറ്റുമുള്ള റൂമുകൾ എടുക്കുന്നത് ഒരു പാക്കേജാണ്. ആ ചുറ്റുമുള്ള റൂമുകൾ എടുക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് അവിടെ ഞാൻ നോക്കുന്ന സമയത്ത് അതിലെല്ലാം ആളുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ അങ്ങോട്ട് കയറിയില്ല. ഈ പ്രൈവറ്റ് പൂളിൻ്റെ താഴെയായിട്ടാണ് ഇപ്പോൾ ഈ കാണുന്ന ടൈപ്പ് വില്ലകൾ ഒരുക്കിയിട്ടുള്ളത്. ഇത് നല്ല രസമാണ്. ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടന്നു പോകാനും പുറമേക്കുള്ള കാഴ്ചകളും വളരെ രസകരമായിട്ടുള്ള ഒരു
അനുഭവം തന്നെയാണ്. ഇത്തരം രീതിയിലുള്ള പല ടൈപ്പ് വില്ലകളും പല രീതിയിൽ ഈ പ്രകൃതിയോട് ഇണങ്ങി ചേരുന്ന രീതിയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ളത് കൊണ്ട് വളരെ ആസ്വാദകരമാണ് ഇവിടുത്തെ കാഴ്ചകളും അനുഭവങ്ങളും. ആ ഒരു നിർമ്മാണ രീതികളും വളരെ കൗതുകമായി നമുക്ക് തോന്നുന്നതാണ്. ഈ കാടിൻ്റെ താഴ്ചയുള്ള ഭാഗങ്ങളിലൂടെ നടന്നു പോകുന്നതിനായി ടെറസ് വർക്ക് ചെയ്ത് ഇതുപോലെ പാതകൾ തീർത്തിട്ടുണ്ട്. ഈ പാതകളിലൂടെ ഇങ്ങനെ നടന്നു പോയി നമുക്ക് നല്ല ഒരു വ്യൂ പോയിന്റും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരു ബ്രിഡ്ജ് പണിത് ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു ഇങ്ങനെ നീളത്തിലൊരു വ്യൂ പോയിന്റ് പണിതിട്ടുണ്ട്. ഈ ഒരു വ്യൂ പോയിന്റിൽ ഇരിക്കാനുള്ള 2 ചെയറുകളും ടീപ്പോയും എല്ലാം അതും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ നിന്ന് നമ്മൾ നേരത്തെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് കണ്ട പോലെ തന്നെ അതിൻ്റെ ജസ്റ്റ് താഴെയാണ് ഇത്. ഇതിലേക്ക് നടന്ന് നമുക്ക് ഇതിങ്ങനെ ഇവിടെ നിന്ന് ഈ മലനിരകളിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാവുന്നതാണ്. ഇതും വളരെ കൗതുകകരമായ ഒരു കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. ചെന്ന ദിവസത്തെ പകലിലെ കാഴ്ചകളാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. ഇനി രാത്രിയായി കഴിഞ്ഞാൽ ഈ റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം ഈ രീതിയിൽ നമുക്ക് കാണാം. അതിനുശേഷം ഉള്ളിലെല്ലാം ലൈറ്റുകൾ തെളിയിച്ച് വളരെ ഭംഗിയാണ് രാത്രി കാഴ്ചകളും രാത്രിയിലെ അനുഭവങ്ങളുമെല്ലാം വളരെ ഭംഗിയായിട്ട് ഈ ലൈറ്റുകളെല്ലാം LED ലൈറ്റുകളിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ കാണാനുള്ള കാഴ്ച വളരെ കൗതുകം തന്നെയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്നും പുറമേക്ക് പശ്ചിമ മലനിരകളിലേക്ക് നോക്കിയാൽ കാണാവുന്ന കാഴ്ച വളരെ നല്ല ഒരു കൗതുകമുള്ള കാഴ്ചയാണ്. നീല നിറത്തിലുള്ള ഒരു അന്തരീക്ഷം പോലെ നമ്മുടെ മുന്നിൽ അത് തെളിഞ്ഞു വരും. ആ ഒരു കാഴ്ചയാണ് ഇതിൻ്റെ ഒരു പ്രധാന ഹൈലൈറ്റും. സ്വിമ്മിംഗ് പൂള് രാത്രി സമയത്തും ഉപയോഗിക്കാവുന്നതാണ്. വളരെ ഭംഗിയായിട്ട് തന്നെ സ്വിമ്മിംഗ് പൂളും അതിൻ്റെ ചുറ്റുപാടുകളും ലൈറ്റിൽ അലങ്കരിച്ചിട്ടുണ്ട്. കുട്ടികൾ അത് വളരെ ആസ്വദിച്ച് തന്നെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. രാത്രി 8:30 മണിയാകുമ്പോൾ ഡിന്നർ റെഡിയാകും. നേരത്തെ പറഞ്ഞ പോലെ അവർ നൽകിയ മെനു പ്രകാരം നമ്മൾ ഓർഡർ ചെയ്യുകയും അത് ഡൈനിങ് ഹാളിൽ എത്തുകയും ചെയ്യും. സ്വിമ്മിംഗ് പൂളിലെ കുളികളെല്ലാം കഴിഞ്ഞു. നമ്മൾ ഡിന്നർ കഴിക്കാൻ രാത്രി 8:30 മണിക്ക് ഈ ഡൈനിങ് ഹാളിൽ ചെന്നു. ഭക്ഷണം കഴിച്ചു തിരിച്ച് റൂമിലെത്തുകയും അന്നേ ദിവസം റൂമിൽ വളരെ നല്ല രീതിയിൽ തന്നെ സുഖകരമായി കിടന്നുറങ്ങാനും സാധിച്ചു. എയർ കണ്ടീഷൻ ചെയ്ത റൂമുകളാണ്. അത് നമുക്ക് തണുപ്പിനനുസരിച്ച് എയർ കണ്ടീഷൻ അഡ്ജസ്റ്റ് ചെയ്ത് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിറ്റേ ദിവസം രാവിലെ എണീറ്റ ഉടനെ നമ്മൾ ഈ ഒരു ചുറ്റുപാടുകളെല്ലാം നടന്ന് കണ്ടു. വളരെ ഭംഗിയാണ് രാവിലെയുള്ള കാഴ്ചകൾ. അതിനുശേഷം 8:30 മണിയാവുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവും. ബ്രേക്ക്ഫാസ്റ്റ് ഈ പാക്കേജിലെ ഒരു പ്രധാന ഐറ്റം കൂടിയാണ്. വളരെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. എല്ലാവിധ ഐറ്റംസും നമുക്കതിൽ ലഭ്യമാണ്. ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാം ഐറ്റംസുകളെല്ലാം.
അത് വളരെ പല ബ്രേക്ക്ഫാസ്റ്റുകളും പലയിടങ്ങളിലായി നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റും അതിലെ വിഭവങ്ങളും അതിൻ്റെ രുചികളും എല്ലാം വളരെ ഭംഗിയായും രുചികരമായും തോന്നി. കൂടെയുള്ള എല്ലാ ആളുകളും അത് അഭിപ്രായം പറയുകയുണ്ടായി. നമ്മൾ ഇവരെയും അത് അറിയിച്ചു. ആ അഭിപ്രായം വളരെ ഭംഗിയായിട്ടാണ് അത് ഒരുക്കിയിട്ടുള്ളതും ഇവരുടെ ഒരു സർവീസും, അത് സപ്ലൈ ചെയ്യുന്ന ആളുകളായാലും ഇവരുടെ റിസപ്ഷനിസ്റ്റുകളായാലും ഇതിൻ്റെ കെയർ ടേക്കേഴ്സ് ആയാലും വളരെ നല്ല രീതിയിലാണ് ഇവരുടെ പെരുമാറ്റവും രീതികളുമെല്ലാം. ഭക്ഷണങ്ങൾ വളരെ ആസ്വദിച്ചിട്ടാണ് കുട്ടികളും വലിയവരും മുതിർന്നവരെല്ലാം കഴിച്ചിട്ടുള്ളത്. ആ രീതിയിലായിരുന്നു അതിൻ്റെ പ്രിപ്പറേഷൻസും മെനുകളും എല്ലാം. ഈ ഒരു റിസോർട്ടിലേക്കുള്ള ഒരു റിസപ്ഷൻ, ഒരു വെൽക്കം ഡ്രിങ്ക് തന്നിട്ടാണ് നമ്മളെ അവർ സ്വീകരിക്കുന്നത്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണ മെനുവിൽ പെടുന്നത് രാത്രിയിലെ ഡിന്നറാണ്. നമ്മൾ തന്നെ ഓർഡർ ചെയ്ത് കഴിക്കണം. അതിനുള്ള പേയ്മെൻറ്റ് നമ്മൾ സെപ്പറേറ്റ് നൽകണം. അതുകൂടാതെ ഈ ഒരു പാക്കേജിൽ ഉൾക്കൊള്ളുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റാണ്. ആ ബ്രേക്ക്ഫാസ്റ്റാണ് നമുക്ക് രാവിലെ കിട്ടുന്നത്. അതിൽ അടങ്ങിയിട്ടുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു സ്റ്റാർട്ടർ അവർ തരും. അതിന് പുറമെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആയിട്ട് പൂരി ഉണ്ടായിരുന്നു, ചപ്പാത്തി, ബ്രെഡ് റോസ്റ്റ് ചെയ്തത്, മുട്ട പുഴുങ്ങിയത്, ഉപ്പുമാവ്, വെള്ളയപ്പം, ചപ്പാത്തി, അതിലേക്കുള്ള കൂട്ടുകറികൾ, ഫ്രൂട്ട്സ്, കോഫി, ചായ, മധുരമുള്ളതും മധുരമില്ലാത്തതും ഉണ്ടായിരുന്നു. ബ്രെഡ് റോസ്റ്റ് ചെയ്തത്, ജാം, ബട്ടർ, ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഒത്തുകൂടിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു. അത് വിഭവങ്ങളും നന്നായിട്ടുണ്ടായിരുന്നു. അതിലേറെ ഗുണകരമായി തോന്നുന്നത് അതിൻ്റെ എല്ലാം രുചികളായിരുന്നു. വളരെ ഭംഗിയായിട്ട് തന്നെ അവരെ അത് പാചകം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഇവർക്കിവിടെ സെപ്പറേറ്റായിട്ട് കിച്ചണില്ല. ഇവരെ ഒരു കാറ്ററിംഗ് സർവീസിനെ ഏൽപ്പിച്ച് രാത്രിക്കത്തെ ഭക്ഷണമായാലും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഇവിടെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അത് ഇവരെ ഈ ഡൈനിങ് ഹാളിൽ വളരെ ഭംഗിയായി വിളമ്പി സെർവ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകത. നല്ല രുചികരമായ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ കുട്ടികളെയും കൂട്ടി സ്വിമ്മിംഗ് പൂളിലേക്ക് നീങ്ങി. സ്വിമ്മിംഗ് പൂളിലെ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ നേരത്തെ കുളികൾക്ക് ശേഷം വീണ്ടും നമ്മൾ റിസോർട്ടിൻ്റെ പല ഭാഗങ്ങളിലായി നടന്നു. അതിനുശേഷം നമ്മളുടെ ലഗേജുകളും ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്തു. 12 മണിക്ക് ചെക്ക് ഔട്ടായിരുന്നു. അതിനുശേഷം റിസോർട്ടിലെ ബില്ലുകളെല്ലാം സെറ്റിൽ ചെയ്തു. നമ്മൾ റിസോർട്ടിൽ നിന്നും ഇറങ്ങുകയാണ് ഉണ്ടായത്. കൃത്യം ഒരു 1 മണി ആയപ്പോഴേക്ക് റിസോർട്ടിൽ നിന്നും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ചുരുക്കത്തിൽ ആകെ മൊത്തം വളരെ കളർഫുള്ളായിട്ടും ഭംഗിയായിട്ടുമാണ് നമുക്ക് ഈ ഒരു റിസോർട്ടും അതിലെ അനുഭവങ്ങളും തോന്നിയിട്ടുള്ളത്. ഒരു ദിവസത്തെ ഒരു പാക്കേജിനെ കുറിച്ചാണ് ഞാനിതിൽ പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ ദിവസം നിൽക്കുന്നവരും ഉണ്ട്, അതിനനുസരിച്ച് പാക്കേജ് എമൗണ്ടും മാറും. ഇതിലേറെ ആകെ ബുദ്ധിമുട്ടായി തോന്നിയിട്ടുള്ളത് ഇങ്ങോട്ട് എത്തിച്ചേരാനുള്ള വഴിയാണ്. കക്കാടംപൊയിൽ അങ്ങാടിയിൽ നിന്നും റിസോർട്ടിലേക്കും തിരിച്ച് അങ്ങാടിയിലേക്കും തിരിച്ചു വരാനുള്ള ഒരു റോഡ് വളരെ ഇടുങ്ങിയതും വളരെ ശോചനീയാവസ്ഥയുമായിട്ടുള്ള ഒരു റോഡാണ്. അത് വളരെ കുറച്ച് ബുദ്ധിമുട്ട് തോന്നി അങ്ങോട്ട് പോകാനും തിരിച്ചു വരാനും. അതുമാത്രമാണ് ഇതിലൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഇത്തരം വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.